ലഹരി ഉപയോഗിക്കുന്ന കലാകാരന്മാരോടൊപ്പം താൻ ഇനി പ്രവർത്തിക്കില്ലെന്ന് നടി വിൻസി അലോഷ്യസ് ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചിരുന്നു. ഈ വിഷയത്തിൽ നടത്തിയ ഒരു വീഡിയോ ക്ലാരിഫിക്കേഷനിൽ സഹപ്രവർത്തകനായ ഒരു നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വിൻസി നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് പുറത്തുവന്ന വാർത്തകൾ കൂടുതൽ ഞെട്ടിക്കുന്നതായിരുന്നു. പരാതിയിലുള്ള നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്നുള്ള റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളിലും പ്രചരിക്കാൻ തുടങ്ങി. ഇതോടെ ഈ വിഷയം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. നിർഭാഗ്യവശാൽ പരാതിയിലുള്ള നടന്റെ പേര് പൊതുജനമധ്യത്തിലെത്തിയത് വിൻസിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. ഇതോടെ താൻ ഈ വിഷയത്തിൽ കൂടുതൽ മുന്നോട്ടു പോകുന്നില്ലെന്ന നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നു. വിൻസി വ്യക്തമാക്കുന്നത് താൻ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട സിനിമയുടെ ICCയിലും ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും അമ്മ സംഘടനയിലുമാണ് പരാതി നൽകിയിട്ടുള്ളതെന്നാണ്. ഈ സംഭവത്തോടെ സിനിമാ സംഘടനകൾക്ക് മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നാണ് വിൻസി തുറന്നു പറയുന്നത്. ഈ നടൻ അഭിനയിക്കുന്ന സിനിമയുടെ ഭാവി എന്താകുമെന്ന ആശങ്കയും വിൻസി പ്രകടിപ്പിക്കുന്നുണ്ട്. പേര് പുറത്തു വന്നത് ഏത് സംഘടനയിൽ നിന്നാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലെന്ന് വിൻസി പറയുന്നു. എന്നാൽ ഏത് സംഘടനയാണ് ഇതിന് പിന്നിലെങ്കിലും അത് വലിയ വിശ്വാസവഞ്ചനയാണെന്നും നടി കൂട്ടിച്ചേർക്കുന്നു. പരാതിക്കാസ്പദമായ സിനിമാ സെറ്റിൽ പരാതി പരിഹാര സമിതി ഉണ്ടായിരുന്നുവെന്നും താൻ പോലീസിൽ പരാതി നൽകില്ലെന്നും എന്നാൽ ആവശ്യപ്പെട്ടാൽ മൊഴി നൽകാൻ തയ്യാറാണെന്നും അവർ അറിയിച്ചു. ഇതിന്റെ പരിണിതഫലം എന്തായിരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഇനി യാതൊരു തരത്തിലുമുള്ള പരാതികളുമായി താൻ മുന്നോട്ടു പോവില്ലെന്നാണ് വിൻസി അലോഷ്യസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഈ വിവാദത്തിൽ തന്റെ ഭാഗം ഷൈൻ ടോം ചാക്കോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇൻസ്റ്റഗ്രാം വഴി ഈ വിവാദത്തോട് ബന്ധപ്പെട്ട ആരോപണങ്ങളോട് ഇൻഡയറക്റ്റായി പ്രതികരിക്കുന്നതും കാണാം. സിനിമാ ലോകത്തെ ഈ വിവാദം എവിടെ അവസാനിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.